നമസ്കാരം. ടാറ്റ മോട്ടോഴ്സ് ഒരു പുതിയ ചരിത്രം കൂടി സൃഷ്ടിച്ചിരിക്കുകയാണ്. ടാറ്റയുടെ ഇലക്ട്രിക് വാഹനങ്ങളായ നെക്സോൺ EV, പഞ്ച് EV എക്കോ ഫ്രണ്ട്ലി മാത്രമല്ല, അതോടൊപ്പം ഭാരത് എൻക്യാപ് ക്രാഷ് ടെസ്റ്റ് 5 സ്റ്റാർ റേറ്റിംഗ് ലഭിച്ചതോടുകൂടി ഇന്ത്യയിലെ തന്നെ സേഫസ്റ്റ് ഇലക്ട്രിക് കാർസ് കൂടിയായിരിക്കുകയാണ്. കേരള EVയുടെ ഈ വീഡിയോയിലൂടെ ഈ റേറ്റിംഗിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ആദ്യം നമുക്ക് എന്താണ് ഭാരത് ന്യൂ കാർ അസസ്മെന്റ് പ്രോഗ്രാം അഥവാ BNCAP എന്ന് നോക്കാം. ഈ പ്രോഗ്രാം ഇന്ത്യയുടെ സ്വന്തം സേഫ്റ്റി റേറ്റിംഗ് സിസ്റ്റമാണ്. വാഹനങ്ങൾ ക്രാഷ് ആകുന്ന സമയത്ത് അവരുടെ സേഫ്റ്റി എത്രയെന്ന് നോക്കി 1 മുതൽ 5 വരെയുള്ള സ്റ്റാർ സ്കെയിലിൽ റേറ്റിംഗ് നൽകുന്നു. ഈ റേറ്റിംഗ് കസ്റ്റമേഴ്സിന് തങ്ങൾ വാങ്ങാൻ പോകുന്ന കാറിന്റെ സേഫ്റ്റി എത്രയാണെന്ന് നോക്കി വിലയിരുത്തുവാൻ സാധിക്കുന്നു. ആദ്യം നമുക്ക് ടാറ്റ പഞ്ച് EVയെ കുറിച്ച് നോക്കാം. ഈ കോമ്പാക്ട് ഇലക്ട്രിക്കൽ വാഹനം അഡൽട്ട് ഒക്കുപ്പന്റ് പ്രൊട്ടക്ഷനിൽ 32-ൽ 31.46ഉം ചൈൽഡ് ഒക്കുപ്പന്റ് പ്രൊട്ടക്ഷനിൽ 49-ൽ 45 പോയിന്റും ആണ് BNCAPൽ നേടിയത്. ഭാരത് എൻക്യാപ് നിലവിൽ വന്നതിന് ശേഷം ഒരു വാഹനത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും ഹയസ്റ്റ് സ്കോറാണ് പഞ്ച് EVക്ക് ഇവിടെ ലഭിച്ചത്. ഇന്ത്യയിൽ സേഫസ്റ്റ് കാർ എന്ന് വേണമെങ്കിൽ നമുക്ക് നിശേഷം പറയാം. ഇലക്ട്രിക് വണ്ടിയുടെ ഭാരത് എൻക്യാപ് റേറ്റിംഗിൽ പഞ്ചിന്റെ തൊട്ടുപിറകെ തന്നെയുണ്ട് ടാറ്റയുടെ നെക്സോൺ EVയും. അഡൽട്ട് പ്രൊട്ടക്ഷനിൽ 29.86 പോയിന്റ്സും ചൈൽഡ് ഒക്കുപ്പന്റ് പ്രൊട്ടക്ഷനിൽ 44.95 റേറ്റിംഗ്സും ആണ് നെക്സോൺ EV നേടിയത്. ഈ സേഫ്റ്റി റേറ്റിംഗ്സ് വെറും ഒരു നമ്പർ മാത്രമല്ല, ഓട്ടോമൊബൈൽ സേഫ്റ്റിയിൽ ഒരു വലിയ കാൽവെപ്പ് തന്നെയാണിത്, പ്രത്യേകിച്ച് ഇലക്ട്രിക് വാഹന സെഗ്മെന്റിൽ. കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി ടാറ്റ മോട്ടോഴ്സിന്റെ ഈ നേട്ടത്തിൽ അഭിനന്ദനം അറിയിച്ചുകൊണ്ടും അതുപോലെ തന്നെ ഈ 5 സ്റ്റാർ റേറ്റിംഗ് ഇന്ത്യയിലെ EVയുടെ ഭാവിയെ വളരെയധികം ഗുണം ചെയ്യുന്നു എന്ന് അദ്ദേഹം തന്റെ X പ്ലാറ്റ്ഫോമിൽ പങ്കുവയ്ക്കുകയുണ്ടായി.